ഹലോ, ഗുഡ് മോർണിംഗ്. തണുപ്പ് ഇവിടെ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചുരുണ്ട് കൂടി കിടന്നുറങ്ങാനുള്ള ആഗ്രഹവും. എണീറ്റിട്ട് ആദ്യം തപ്പുന്നത് ഞാൻ എൻ്റെ സ്വെറ്ററാണ്. അത്രയ്ക്കും തണുപ്പ് കൂടിയിട്ടുണ്ട്. ഒരു ഏകദേശം ഡിഗ്രി എന്ന് പറയുന്നത് 19 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുണ്ട് ഇവിടെ. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ജിമ്മിൽ പോവും. ആ സമയത്ത് ഞാൻ എൻ്റെ മോർണിംഗ് പേജസ് എഴുതും. മോർണിംഗ് പേജസ് എന്ന് പറയുന്നത് എൻ്റെ രാവിലെ എണീറ്റ് എന്താണ് എൻ്റെ മൈൻഡിലുള്ളത് അതൊന്ന് ക്ലിയർ ആക്കുക. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ കുറച്ച് ആങ്ഷ്യസ് ആയിരുന്നു. കാരണം റീസെൻ്റ്ലി എൻ്റെ ലൈഫിൽ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചേഞ്ചസ് ഒക്കെ എങ്ങനെയായിരിക്കും എൻ്റെ ഫ്യൂച്ചറിൽ എഫക്റ്റ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടൊക്കെ കുറേ ആകാംക്ഷയുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് മോർണിംഗ് പേജസിൽ എഴുതിയിട്ടുള്ളത്. ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് എൻ്റെ മോർണിംഗ് പേജ് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാണ്. ഐ എം ഷുവർ നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യില്ല എന്ന്. രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മൾ കാർഫോറിൽ പോയപ്പോൾ ഞാൻ ഫ്രോസൺ മാംഗോസ് കണ്ടു. ഇപ്പോൾ വിൻ്റർ സീസൺ ആണ്, മാംഗോസ് ഒന്നും ഒട്ടും കിട്ടില്ല. പക്ഷേ ഹസ്ബൻഡ് കുറേ നാളായി പറയുന്നു മാംഗോ ഷേക്ക് കഴിക്കണം എന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഫ്രോസൺ മാംഗോസ് അല്ലേ, നല്ലതാണ്, ഒരു പ്രിസർവേറ്റീവ്സ് ഇട്ടിട്ടില്ല എന്നാണ് എഴുതിക്കുന്നത്. കാര്യങ്ങളെല്ലാം ഫ്രഞ്ചിലാണ് എഴുതിക്കുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൽ ഷുഗർ ഒന്നും ഇട്ടിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രി നമ്മൾ എഗ് ബുർജിയായിരുന്നു ഉണ്ടാക്കിയത്. അതിന് കുറച്ച് ലെഫ്റ്റ് ഓവർ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ ബട്ടറിൽ ടോസ്റ്റ് ചെയ്ത ബ്രെഡുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഫോട്ടോ എടുക്കൽ എൻ്റെ സ്ഥിരം പരിപാടിയായി മാറിയിട്ടുണ്ട്. എന്താണ് ഞാൻ കഴിക്കുന്നത് അതെല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് അതൊരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയാസ് ഒക്കെ കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് എല്ലാം ഇടുന്നത്. അപ്പോൾ നിങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടെങ്കിൽ എന്നെ ഡെഫിനറ്റ്ലി ഫോളോ ചെയ്യുക. പാമൻ്റെ ഹസ്ബൻഡ് എത്ര വിശന്നാലും 2-3 മിനിറ്റ് ഈ ഒരു ഫോട്ടോസ് എടുക്കുന്ന വരെ ക്ഷമിച്ചിരിക്കും. ഹസ്ബൻഡ് ഓഫീസിൽ ഒരു 7-7:30 ആകുമ്പോഴത്തേക്കും പോവും. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കിച്ചണിനൊന്ന് ഒതുക്കി കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പോകുന്നത് എൻ്റെ പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അത്രയ്ക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പുസ്തകമാണ് ഞാൻ ഇപ്പോൾ വായിക്കുന്നത്. മേക്ക് ടൈം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകം. ഞാൻ ആ പുസ്തകം എവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ കറണ്ട് ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയം ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ പുസ്തകം വായിക്കുക. ഈ കണ്ടൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 80 ടിപ്സ് ഉണ്ട്. ഈ 80 ടിപ്സിന് നിങ്ങൾക്ക് എന്ത് സൂട്ടാവുന്നത് അത് നിങ്ങൾക്ക് യൂസ്
ചെയ്യാൻ പറ്റും. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ഇതിന് 2-3 ടാക്ടിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ പുസ്തകം ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു 30 മിനിറ്റ് ഇത് വായിച്ചു. അല്ലെങ്കിൽ ജനറലി ഞാനൊരു 15 മിനിറ്റാണ് എൻ്റെ പുസ്തക വായനയ്ക്ക് വെക്കുന്ന സമയം. വിൻറ്റേഴ്സ് ഇപ്പോൾ തുടങ്ങിയത് പിന്നെ ഡ്രൈ സ്കിന്നാണ് മെയിൻ ഇഷ്യൂ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോഡി ലോഷൻ ഉണ്ടാക്കുകയാണ്. സിസ്മി ഓയിൽ ആൻഡ് ടീ ട്രീ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. സിസ്മി ഓയിൽ ഞാൻ ഇങ്ങനത്തെ ഡ്രോപ്പർ ബോട്ടിലാണ് വെക്കുന്നത്. കാരണം എനിക്ക് അപ്ലൈ ചെയ്യാൻ അതാണ് ഈസി തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു 5-10 ഡ്രോപ്സ് ഓഫ് ടീ ട്രീ ഓയിൽ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ഗുഡ് ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് എ ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഇടയിൽ കയറി ഞാൻ വന്നിരിക്കുന്നത്. നമ്മളൊരു പ്രൊഡക്ടിവിറ്റി ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിലെ ആദ്യത്തെ പ്രൊഡക്റ്റ് ആയിരിക്കും 365 ഡേ പ്രൊഡക്ടിവിറ്റി പ്ലാനർ. ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം കുറേ നാളായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട്. ഇപ്പോഴാണ് അതിന് പറ്റിയിട്ടുള്ളൊരു സേവിങ്, ടൈം, എനർജി ഒക്കെ കിട്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. നിങ്ങൾ കാരണം കൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കോൺഫിഡൻസ് കിട്ടിയത്. അതുകൊണ്ട് ആദ്യം തന്നെ പറയട്ടെ, താങ്ക് യു. നമ്മൾ ഡിസൈൻ ചെയ്ത പ്ലാനറിൻ്റെ ഒരു റഫ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. ഇതെന്തായാലും നമുക്കിനി പ്രൂഫ് റീഡ് ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ എന്തായാലും ഇതെല്ലാം നമുക്കൊരു സ്ഥലത്ത് ഒട്ടിക്കാം. ഇന്നത്തെ ദിവസം ഞാൻ ഫുള്ളും ഇതിൽ പ്രൂഫ് റീഡ് ചെയ്യാൻ, ഡിസൈൻസിൽ എന്തെങ്കിലും അലൈൻമെൻറ്റ് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ കുറച്ച് പ്രൂഫ് റീഡിംഗ് ആണ് മെയിൻ ഇന്നത്തെ ഒരു ടാസ്ക്. ഈ പ്ലാനറിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അടുത്തായിട്ട് ഞാൻ ചെയ്യാം. എങ്ങനെ വാങ്ങിക്കാൻ പറ്റും, എവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും എന്നൊക്കെ ഞാൻ വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ് ദ വീഡിയോ. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് സ്നാക്ക് ചെയ്യാം. കറൻ്റ്ലി ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റിൻ്റെ സ്മെല്ല് ശരിക്കും ഒരു എനർജി കിട്ടുന്ന ഒരു സ്മെല്ലാണ് ചോക്ലേറ്റിൻ്റെ. ഇപ്പോൾ ഏകദേശം ഒരു 4 മണിയായി. കുറച്ചെങ്കിൽ ടയേർഡായിട്ടുള്ളൊരു ഫീലിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ശവാസൻ ചെയ്യാണ്. കുറച്ച് സൂതിങ് ആയിട്ടുള്ളൊരു മ്യൂസിക് വെച്ചിട്ട്. ഇങ്ങനത്തെ ഒരു പില്ലോ വെക്കുന്ന റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഹിപ്സ് ഗ്രൗണ്ടിന് അലൈൻ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പില്ലോ വെക്കുന്നത്. അങ്ങനെ വെക്കുന്ന പൊസിഷനാണ് നമുക്ക് ഏറ്റവും മാക്സിമം റിലാക്സേഷൻ കിട്ടുന്ന പൊസിഷൻ. ആ ഒരു പൊസിഷനിൽ ശവാസൻ എത്ര വേണമെങ്കിലും ഡ്യൂറേഷനായിട്ട് ശവാസൻ ചെയ്യാം. ഞാൻ എൻ്റെ പ്രൂഫ് റീഡിംഗ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം സമയം 6 മണി ആയിട്ടുണ്ട്. 6 മണി തൊട്ട് 8 മണി വരെ നമ്മൾ കുറച്ച് യൂട്യൂബിന് റിലേറ്റഡ് ആയിട്ടുള്ള എഡിറ്റിംഗ് വർക്കൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഡെഫിനറ്റ്ലി എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ഔട്ട് ചെയ്യുക ഫോർ മോർ അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ നൈസ് ഡേ.